ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിൻ്റെ കോലം ഇതാണ് കേട്ടോ. ഞാൻ ആദ്യം എല്ലാം വീഡിയോ എടുത്തതേ ഉള്ളൂ, എങ്ങനെയൊക്കെയാണ് വീട് കിടക്കുന്നതെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഞാൻ തൂത്തിട്ട് വരട്ടൊന്നുമില്ല, അടുക്കളയിലെ പണികളൊക്കെ ഒന്ന് അവസാനിച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. കാശിയും പോയിട്ടുണ്ട്, ഏട്ടനും പോയിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇടണമെന്ന് എൻ്റെ പല വീഡിയോസ് കാണുമ്പോഴും പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം, അതിനുള്ള സാഹചര്യം ഒത്തു വരണം. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇതുവരെ ചെയ്യാതിരുന്നത്. അപ്പോൾ കമൻറ്റ് ഇട്ടവരൊന്നും വിചാരിക്കരുതേ. അപ്പോൾ ഇപ്പോഴും ശ്രീമോൻ ഉറങ്ങിയിട്ടില്ല, ശ്രീമോൻ അവിടെ ഇരിപ്പുണ്ട്, അവനെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സമാധാനം മൂഡിലായതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങിയതും. പിന്നെ 2-3 ദിവസമായല്ലോ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഞാൻ കരുതിയത് നമ്മൾ ചിങ്ങം 1-നൊക്കെ തലേന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് നമുക്ക് ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഫുള്ളായിട്ട് ഒരെണ്ണം അങ്ങ് ഇടാം, ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് ഇടാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ ഞാൻ ഇടുമ്പോഴെല്ലാം, ക്ലീനിങ് വീഡിയോസ് ഇടുമ്പോഴെല്ലാം നിങ്ങളുടെ കമൻറ്റ് കേൾക്കുക, ഇനിയും ലോങ് വീഡിയോസ് ഇടണം, പിന്നാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഇടണം എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ നേരത്തെ ഒന്ന് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ നാളെ 1-ാം തീയതിയും കൂടാണ് കേട്ടോ മലയാളം മാസം. അതുകൊണ്ട് ഞാൻ കരുതി എനിക്ക് അങ്ങ് ചെയ്തേക്കാം, എന്തിനാണ് ആരെ ഇട്ട് മുഷിപ്പിക്കേണ്ട, എല്ലാം അങ്ങ് ചെയ്യാമെന്ന് കരുതി. അല്ലാതെ പിന്നെ ലോങ് വീഡിയോസ് ഇടാനൊന്നും എനിക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയാൽ തന്നെയും ഫുൾ അങ്ങ് ലോങ് വീഡിയോ എടുത്താലും ബോറാവും. അത് മാത്രമല്ല, അത് മൊത്തം നമുക്ക് എടുക്കാനും പറ്റത്തില്ല, നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കണം, അതിൻ്റെ ഇടയ്ക്ക് ലോങ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ശ്രീമോനാണെങ്കിൽ ശ്രീമോൻ്റെ പുറകെ ഒരാൾ നടക്കണം, അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ലോങ് വീഡിയോ കഴിവതും ഒഴിവാക്കുന്നത്. അത് മാത്രവുമല്ല, എൻ്റെ ഈ ക്ലീനിങ് വീഡിയോയും കുക്കിംഗ് വീഡിയോയും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാനാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള ഒരു വീഡിയോസ് ഇടുമ്പോഴാണ് കേട്ടോ എല്ലാവരും എനിക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതും കമൻറ്റ് ഇട്ടിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നതുമല്ല. അതുപോലെ ഞാൻ ആണെങ്കിൽ ടവൽ മുഖത്ത് കെട്ടിയിട്ട് ഞാനാണെങ്കിൽ ചലഞ്ച് പോലെ ചെയ്യണമെന്നും ഒക്കെ ഓരോരുത്തർ കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ആ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് സമയം കെട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചിലന്തി വലയൊക്കെ അടിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തുമ്മൽ തോന്നുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ കരുതി അപ്പുറത്തെ ജനലിൽ ഇത് മറല അടയ്ക്കുന്ന സമയത്ത് അങ്ങനെ കെട്ടിയിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ ജോലിയുടെ തിരക്കിൽ സമൃദ്ധിയായിട്ട് ജോലികൾ നടക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ശ്രീമോൻ അവിടെ നിന്നുകൊണ്ട് പേപ്പറാണ് കേട്ടോ കടിച്ച് പറിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് എല്ലാവരും പേരെല്ലാം പറയുകയും നോക്കിയിരുന്ന് ആസ്വദിക്കുകയും ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അവൻ ഇതൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനില്ലാത്ത ഫോട്ടോ കാണുന്ന ഉടനെ ചോദിക്കും ഞാൻ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ശ്രീമോൻ ഇല്ലായിരുന്നു അന്നേരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ. പക്ഷേ ചോദിക്കുന്നതിനെല്ലാം മറുപടി നമ്മൾ അപ്പം പറയണം കേട്ടോ അവൻ്റെ അടുത്ത്. എന്നും നമ്മൾ തൂക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും പൊടി കാണും. ഇങ്ങനെ നമ്മളാണെങ്കിൽ കസേര നീക്കിയും അങ്ങനെ ഒന്നും നമ്മൾ തൂക്കം തുടക്കുകയും ചെയ്യുന്നില്ലല്ലോ. എനിക്കിതുവരെ ആ കർട്ടൻ ഇടാനുള്ള ആ ഒരു ഹുക്ക് കിട്ടിയില്ല കേട്ടോ. അത് ഒരെണ്ണമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ എവിടെയോ ഇരിപ്പുണ്ട്, ഞാൻ എവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴേ ഞാനത് ആ ഇളക്കി കളഞ്ഞിട്ട് പുതിയതെടുത്ത് ഫിറ്റ് ചെയ്തേനെ. പക്ഷേ മറന്നുപോയി, എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഒരുപാട് സ്ഥലത്ത് നോക്കിയെങ്കിലും കണ്ടില്ല. പക്ഷേ എവിടെയോ ഇരിപ്പുണ്ട്. നമ്മളെ ഈ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ നമ്മൾ കർട്ടനെല്ലാം മുകളിലും താഴത്തേക്ക് മാറിയായിരുന്നു. ആ സമയത്ത് ഞാനാണെങ്കിൽ മുകളിൽ കർട്ടൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതിൽ എനിക്ക് 2-3 ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചതാണ്. പക്ഷെ അത് കാണുന്നില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ അത് മാത്രമായിട്ട് കിട്ടുമെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് കരുതി ഇരിക്കുകയാണെങ്കിൽ അതങ്ങനെ കിടക്കുന്നത് കൊണ്ട് എനിക്കൊരു ഇതുണ്ട്, വിഷമമുണ്ട് കേട്ടോ കാണുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മളെല്ലാം ആ ഒരു കബോർഡിലെല്ലാം മാറ്റി എടുത്ത് തുടച്ചിട്ടുണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ വീഡിയോസ് എടുക്കാത്തത് കൊണ്ടാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കൂടുതൽ ഐറ്റംസൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന കാണുമ്പോൾ നമ്മൾ എടുത്ത് തുടയ്ക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ വീഡിയോ കൂടി ഇടണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എല്ലാം എടുത്ത് വെച്ച് തുടച്ചത്. ഗ്ലാസ്സൊക്കെ എല്ലാം ഒന്നും എടുത്ത് തുടയ്ക്കാനും പറ്റത്തില്ല. ഇപ്പോൾ പെയിൻ്റ് അടിച്ച സമയത്ത് നമ്മൾ വെച്ചത് കൊണ്ട് അന്നേരം തന്നെ അത് ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസ്സാണ് നമ്മൾ ആ പാർട്ടിഷൻ ചെയ്തേക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഓരോരോ സാധനങ്ങൾ വെക്കാനായിട്ട് വെച്ചേക്കുന്നത്. അത് ഒട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ പെയിൻറ്റ് അങ്ങ് പോകും. പിന്നെ അത് വെളുത്തഴിരിക്കും. അതുകൊണ്ട് വൃത്തികേടാണ്. അതുകൊണ്ട് ഞാൻ കഴിവതും എടുത്ത് തുടയ്ക്കാൻ പറ്റുന്നതെല്ലാം എടുത്ത് തുടച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അല്ലാതെ തന്നെ അവിടെ തന്നെ വെച്ച് തുടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കുന്ന ഒരു ലിക്വിഡുണ്ട്. ആ ലിക്വിഡാണെങ്കിൽ ആ തുണി നനച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആ തറയിലെ പൊടി കണ്ടോ, ഡെയിലി ഞാൻ തൂക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ അടിയിലെല്ലാം കിടന്ന പൊടികളാണിത്. ഇപ്പോൾ രാവിലെ നമ്മൾ തൂത്താലും വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ തൂക്കേണ്ടി വരും. അതുപോലെ പൊടികളെല്ലാം ഇവിടെ ഇടാറുണ്ട്. അവർ ഫുഡ് കഴിക്കാനാണെങ്കിലും ഡൈനിങ് ടേബിളിലിരുന്ന് കഴിക്കത്തില്ല. ശ്രീമോനെ കൊണ്ടാണെങ്കിൽ ടി വിയൊക്കെ കാണിച്ചൊക്കെ വേണം കഞ്ഞിയൊക്കെ കൊടുക്കാനായിട്ട്. അത് ലാസ്റ്റ് തന്നെ കുടിക്കണമെന്നും പറഞ്ഞ് അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് അവിടെ ഇവിടെ എല്ലാം ഇടും കേട്ടോ. അതുകൊണ്ടൊക്കെ എല്ലായിടവും അങ്ങ്
അഴുക്കാവും. പിന്നെ തുടപ്പാണെങ്കിലും 1.5 അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടാൽ തുടച്ചേ പറ്റത്തുള്ളൂ. തറയിലൊക്കെ ആണെങ്കിൽ വെള്ളം വീണാലും കഞ്ഞി വീണാലും എല്ലാം ഒരുമാതിരി ഒട്ടുന്ന പോലെ തോന്നും. അപ്പം ഇപ്പം ഞാനങ്ങനെ അധികം പുറത്തല്ല, അകത്ത് ചെരുപ്പിട്ടുകൊണ്ട് നടക്കാറില്ലേ. നേരത്തേന്ന് വെച്ചാൽ എനിക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു, നല്ലതായിട്ട് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്. എനിക്കാണെങ്കിൽ ചെരുപ്പില്ലാതെ നടക്കുന്നത് പ്രശ്നമില്ല. അപ്പം മറന്നുപോയി സത്യം പറഞ്ഞാൽ, അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണമെന്നുള്ള ആ ഒരു ഇതേ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോൾ വേറെയും പ്രത്യേകതയുണ്ട്. അപ്പം മുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിലപ്പോൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ തെന്നത്തില്ല. ചെരുപ്പില്ലാതെ നടക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. പിള്ളേർ ചെരുപ്പിട്ടല്ലല്ലോ നടക്കുന്നത്, അവർ തെന്നി വീഴുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ, പെട്ടെന്ന് അറിയാൻ പറ്റും എവിടെയെങ്കിലും നനവുണ്ടെങ്കിലും ഒക്കെ. അങ്ങനെ ഞാനാണെങ്കിൽ ഇനി തൂപ്പെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി തുടയ്ക്കാനായിട്ട്. അപ്പോൾ സിറ്റൗട്ടെല്ലാം അങ്ങ് തൂത്തിറക്കി, പിന്നെ ആണെങ്കിൽ ഇനി ചിലന്തി വലയൊക്കെ അടിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതെ, ഞാൻ ആ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ആ ക്ലോക്ക് താഴെ വീണ് പൊട്ടിയേനെ. അതെന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് അത് താഴെ വീഴുന്ന. എങ്ങനെ എനിക്ക് പറ്റിയെന്നറിയാൻ വയ്യ. ഞാൻ കൈ വെച്ചു, കൈ തന്നെ വന്നത് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് നേരത്തേക്ക് എൻ്റെ നെഞ്ചിലൊരു ഇടുപ്പായിരുന്നു കേട്ടോ. ഒരെണ്ണം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ, ഉടനെ തന്നെ അടുത്തത് എനിക്ക് മാറേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷന് ഞാൻ എങ്ങനെ അത് പിടിച്ചു എന്നൊക്കെയുള്ളൊരു ഇതായി പോയിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാനത് അന്നേരം തന്നെ അത് ഫിറ്റ് ചെയ്ത് വെച്ചു, അല്ലെന്നുണ്ടെങ്കിൽ അത് അതുപോലെ അവിടെ ഇരിക്കും. പിന്നെ അങ്ങ് മടിയാവും. ഇപ്പോൾ ജോലി ചെയ്ത് കൂട്ടത്തിലാകുമ്പോൾ നടന്നു പോകും. അങ്ങനെ നമ്മൾ സ്റ്റെയറിൻ്റെ കീഴിലോട്ട് വന്നു. നമ്മുടെ ഇവിടുത്തെ വണ്ടികളെല്ലാം ഇരിക്കുന്നത് അവിടെയാണ്. ഹാളിൽ കിടക്കുന്ന വണ്ടികളാണ്. പിന്നെ കളി കഴിയുമ്പോൾ കൊണ്ടങ്ങ് അവിടെ വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവെക്കും കേട്ടോ. തട്ടി വീഴും, ഞാൻ തന്നെ എൻ്റെ മണ്ടയിൽ കയറി നിരങ്ങിയൊക്കെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ചില സമയത്ത് നമ്മൾ അറിയത്തില്ല, പെട്ടെന്ന് നടന്ന് വരുമ്പോഴത്തേക്ക് കാല് തട്ടുവോ അല്ലെങ്കിൽ വീഴാൻ പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്റ്റെയറിൻ്റെ കീഴിൽ കൊണ്ടുവെക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം മുകളിലെ റൂമിൽ തന്നെ കൊണ്ടുവെക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. ഇവിടെ വെച്ചാൽ ശരിയാവത്തില്ല. രണ്ടുപേരും കൂടെ ചീറിപ്പാഞ്ഞാണ് ഈ വണ്ടികളിൽ നടക്കുന്നത്. ആരെങ്കിലും നിൽക്കുന്നോ എടുക്കുന്നതോ ഒന്നും നോക്കത്തതുമില്ല. ഈ സോഫയുടെ സൈഡൊക്കെ കൊണ്ട് വെച്ച് ഇടിച്ചു കഴിഞ്ഞാലും പണിയാവത്തില്ലേ. ഓണത്തിൻ്റെ ലീവ് ഉണ്ടല്ലോ 10 ദിവസം. ആ 10 ദിവസം ഇനി എന്തൊക്കെ പുതുക്കി വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു വെക്കേഷൻ അങ്ങോട്ട് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയതേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അടുത്ത എക്സാമും കഴിഞ്ഞ് അടുത്ത വെക്കേഷനും ആവാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഈ 10 ദിവസം ഞാൻ എന്തോ ചെയ്യും രണ്ടുപേരെയും കൊണ്ടുവന്ന്. ശ്രീമോൻ തന്നെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, കാശി തന്നെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ഇവർ രണ്ടുപേരൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ വീട് തിരിച്ചു വെക്കും. ആ ഒരു അവസ്ഥയാണ്. നമുക്ക് പ്രാന്ത് പിടിക്കും. അലച്ചലിച്ചെൻ്റെ വായിൽ വെള്ളം വറ്റുന്ന വരെ അവന്മാർ എന്നെ കൊണ്ട് അലപ്പിക്കുകയും ചെയ്യും. അത്ര ക്ഷമ കേടുമ്പോഴത്തേക്ക് ഞാൻ അടിക്കുകയും ചെയ്യും കേട്ടോ. അടിച്ചു കഴിയുമ്പോൾ പിന്നെ എനിക്ക് സങ്കടമാണ്, അയ്യോ അടിച്ചു പോയല്ലോ എന്നുള്ള. പിന്നെ അന്നേരം കാണിക്കുന്ന ആ കുരുത്തക്കേട് അടിക്കാതിരിക്കാനും പറ്റത്തില്ല. അതുപോലത്തെ കുരുത്തക്കേടാണ് കേട്ടോ രണ്ടും കാണിക്കുന്നത്. ശ്രീമോനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അങ്ങ് സോപ്പാണ്. അമ്മേ അമ്മേ എന്ന് വിളിക്കുകയും ഉമ്മ തരുകയും എടുക്കാൻ പറയുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എൻ്റെ പുറകെ നടപ്പുണ്ട്, അവിടെ ഇവിടെ ആയിട്ടെല്ലാം നടക്കുന്നുണ്ട്. അവനെ അധികം കാണാത്തതുകൊണ്ടാണ് കേട്ടോ. ആ കതക് തുറന്ന് നടക്കുന്നതുകൊണ്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാനാണ് ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി മുങ്ങി മുങ്ങി നടക്കുകയാണ്. ക്യാമറ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അമ്മച്ചി ഒളിച്ചുമ്പോൾ അത് നടക്കുകയാണ്, വീഡിയോയിൽ വരാതിരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇനി അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് വന്നു. ഈ ജനലൊന്നും എപ്പോഴും തുറക്കുന്നതല്ലാത്തതുകൊണ്ട് തന്നെ തുറക്കാൻ ഭയങ്കര പാടാണ്. തുറന്നിടാൻ പറ്റത്തില്ല, എന്തെങ്കിലും പ്രാണികൾ കയറി വരുമെന്നുള്ള പേടിയിലാണ് ഞാൻ അധികം ഇങ്ങനെ തുറക്കാത്തത്. അപ്പോൾ അപ്പുറത്ത് ജനലിൽ ഞാനാണെങ്കിൽ പൊടി അടിച്ച സമയത്ത് എനിക്ക് തുമ്മിയത് കൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലെ ജനൽ തുടച്ചപ്പോഴത്തേക്കൊരു ടവലെടുത്ത് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് പൊടി അടിക്കാതിരിക്കാൻ. അത്രയും സമയം നിന്നതേ ഉള്ളായിരുന്നു. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ തുണി അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്നില്ല അങ്ങനെ നിൽക്കാനെ കൊണ്ട്. പൊടി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് തുമ്മുകയും ചെയ്യും, ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, അതെല്ലാം വരികയും ചെയ്യുവേ. അടുത്തതിനി ഈ ഒരു കബോർഡിലെ എല്ലാ സാധനങ്ങളും മാറ്റുവാണ്. അപ്പം കാശിയുടെ ബുക്കും ടെസ്റ്റും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു നീളത്തിലുള്ള ഒരു ഷെൽഫ് ഞാനത് മൊത്തം ഒതുക്കി അന്നേരം തന്നെ വെച്ച് എല്ലാത്തിൻ്റെയും കൂടെ ഇട്ടില്ല കേട്ടോ. അങ്ങനെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പാടാവും, ബുക്കിൽ എന്തെങ്കിലും ഒരു കളറാവുമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവന്ന സാധനങ്ങളല്ലേ. അതുകൊണ്ട് ഞാനതെല്ലാം അങ്ങ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ബാക്കി ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ശ്രീമോൻ എന്നെ സഹായിക്കുവാണ് കേട്ടോ. നല്ല ബലം കൊടുത്തെന്ന് വെച്ചാൽ വേസ്റ്റ് അത്രയ്ക്കുണ്ട്. അപ്പം നല്ല ബലം കൊടുത്തിട്ട് തന്നെ കുഞ്ഞ് അതിനെ തൂത്ത് അടുക്കളയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയും മോനോട് വെച്ച് തരാം, അമ്മ തൂത്തോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും അങ്ങ് സമ്മതിച്ചിട്ടുണ്ട്. അതെങ്കിൽ മാറിയിരുന്ന് കളിക്കുമായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നു അവൻ കുറേ സമയമേ. അപ്പോഴാണ് പുറത്തുനിന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇതിന് മുമ്പ് വെളിയിൽ തൂത്തോളം നിന്നപ്പോഴേ പുക കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തുവാണെന്ന് അറിയത്തില്ല. അപ്പോൾ സംസാരം കേട്ടിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ ആ ഒരു വീട്ടിലിപ്പം വാടകയ്ക്ക് ആളില്ല, അടുത്ത ആൾ വരുമോ ഇല്ലയോ നമുക്കറിയത്തില്ല കേട്ടോ. അവിടുത്തെ ഓണറാണെങ്കിൽ ഒരു പൂജാരിയാണ്. അപ്പോൾ ആ പുള്ളി അവിടെ അകത്തെന്തോ പൂജയോ എന്തോ ചെയ്യുവാന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും കൂടെ ഇറങ്ങി വെളിയിൽ നിന്ന് നോക്കി. അകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നല്ലതായിട്ട് പുക വരുന്നുണ്ടായിരുന്നു.
പിന്നെ അകത്ത് കയറി ചെന്ന് ഒരാൾ ചോദിച്ചപ്പോഴാണ് ഇന്ന പോലെ പൂജ നടത്തിയതാണെന്ന് പറഞ്ഞത്. അത് അങ്ങനെ പിന്നെ മനസ്സിലായി എന്തുവാന്നുള്ളത്. പുക വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്പലത്തിൻ്റെ മൈതാനത്ത് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അന്ന് ഇതുപോലായിരുന്നു, നല്ല പുകയായിരുന്നു. അത് കുമിഞ്ഞു കുമിഞ്ഞ് അങ്ങ് പുക വരുമായിരുന്നു. ഇതും അതുപോലെ പുക വന്നപ്പോൾ ഞാൻ ആദ്യം കരുതിയത് മുറ്റത്തെ വേസ്റ്റ് കത്തിച്ചതാണെന്നാണ്. പിന്നെ ഈ മണിയടിയും സൗണ്ടും മറ്റുള്ളവരുടെ സംസാരമൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ വെളിയിൽ ഇറങ്ങി ശ്രദ്ധിച്ചതേ. നമ്മുടെ തൊട്ട് ഫ്രണ്ടല്ലേ, എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇറങ്ങി നോക്കിയതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് എൻ്റെ ബാക്കി ഐറ്റംസ് എല്ലാം ഞാൻ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ കണ്ടില്ലേ, ഏട്ടനും വിജയും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയാണ് കേട്ടോ. ഇവിടെ എവിടെയോ വന്നപ്പോൾ ഏട്ടൻ പോയി എടുത്താണ്, വലിയ വിജയ് ഫാനാണ്, അങ്ങനെ പോയി എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അത് അന്നേ ഫ്രെയിം ചെയ്ത് വെച്ചാണ്, മുണ്ടൊക്കെ ഇരുന്ന ഫോട്ടോയാണ്. ഞങ്ങളും ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഏട്ടൻ എടുത്തുകൊണ്ട് വന്നതാണ്, ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാണേ. ഈ ഒരു ഫോട്ടോ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് വിജയമായിട്ടുള്ള ഫോട്ടോ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഈ ഒരു ഫോട്ടോ കാണാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ആ ഡൈനിങ് ടേബിളും തുടച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. നമ്മുടെ ജഗ്ഗും പിന്നെ പിള്ളേർക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റാണ് കേട്ടോ. അത് രാവിലെ പാലിൻ്റെ കൂടെ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴേലും അവന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒരെണ്ണം എടുത്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് പോകണ്ടല്ലോ എന്ന് കരുതി ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചേക്കുവാണ്. നേരത്തെ അങ്ങനെയൊന്നും വെക്കത്തില്ലായിരുന്നു. പിന്നെ അതിൽ തന്നെ ശ്രീമോൻ്റെ വഞ്ചി ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം ഞാനാണെങ്കിൽ തൂത്തുപിടിങ്ങി മാറ്റുവാണ്. പിന്നെ നമുക്കിവിടെ നിൽക്കേണ്ടല്ലോ, ജനലും അടിച്ച് കർട്ടന് നേരെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ജോലി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അമ്മച്ചിയുടെ റൂമിലൊന്ന് വൃത്തിയാക്കാനുണ്ട്. അധികമൊന്നുമില്ല, അതിൻ്റെ ബെഡ്ഷീറ്റെല്ലാം മാറും എടുക്കും എല്ലാം നമ്മൾ ചെയ്തതാണ്. ഒന്ന് തൂത്തെടുത്താൽ മാത്രം മതി. പിന്നെ അവസാനം തുടയ്ക്കുമ്പോൾ എല്ലായിടം തുടയ്ക്കണം. അപ്പം ഇനി ഇതിൻ്റെ പാർട്ട് 2ഉം 3ഉം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത്ര ചെയ്തപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 2 വരെ മതി എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇനിയിപ്പോൾ അടുക്കളയെ ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ മുകളിലാണെങ്കിൽ അധികം പൊടിയൊന്നുമില്ല. നമുക്ക് ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് തൂത്ത് വാരി എല്ലാം ചെയ്താൽ മതി. അത്രയ്ക്ക് മാറാലയൊന്നും അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൂക്കം എടുക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും വലിയ പ്രശ്നമില്ലാതാണ് മേളത്തെ റൂമുകളെല്ലാം കിടക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ കൂടെ ഒന്ന് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് നമുക്ക് ചെയ്യാമേ. അത് ഉടനെ തന്നെ ഞാനത് ഇടുന്നതായിരിക്കുമേ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളാണെങ്കിൽ തുണിയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം വേറെ എന്തോ ഒരു ആവശ്യം നമ്മൾ പോയപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബണ്ടിൽ പൊട്ടിച്ചവർ ഇറക്കുന്നതേ ഉള്ളായിരുന്നു. ആ സമയത്ത് നമ്മൾ ചെന്നതുകൊണ്ട് എനിക്ക് ശ്രീമോനും കാശിക്കും ഒരുപോലുള്ള ടീഷർട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം പറക്കി വെക്കുവാണേ. അലമാരി വെക്കുന്നത് ഞാനാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ നേരം ഡ്രസ്സ് എടുക്കുന്നതാണ്. എടുത്തിട്ട് ഒരെണ്ണം ഇട്ട് നോക്കുമ്പോൾ ഒന്നെങ്കിൽ തേക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ സമയമില്ലെങ്കിൽ ഉടനെ അത് ഊരി കളഞ്ഞിട്ട് പുതിയത് വേറെ ഏതെങ്കിലും തേക്കണ്ടാത്ത ഏതെങ്കിലും എടുത്തിടും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ട് കേട്ടോ. എവിടെ പോകാൻ ഇറങ്ങിയാലും 1-2 ഡ്രസ്സ് മാറിയിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ അതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് ലൂസായിട്ട് തോന്നും, അല്ലെന്നുണ്ടെങ്കിൽ ചുരുണ്ടിരിക്കും. ചിലപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ 2-3 ഡ്രസ്സും ഒക്കെ മാറി ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഡ്രസ്സ് കിട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള അവിടെ കിടന്ന തുണികളെല്ലാമാണ് ഞാൻ മടക്കി വെച്ചത്. അതിനുശേഷം ബാക്കിയെല്ലാം നമ്മൾ തൂത്തിങ്ങി മാറ്റുവാണേ. കട്ടിലെ സാധനങ്ങളൊന്നും മാറ്റുന്നില്ല. അതെല്ലാം മാറ്റിയെടുത്തും ബെഡ്ഷീറ്റും എല്ലാം മാറ്റിയെല്ലാം വെച്ചേക്കുവാണ്. ഇനി ഞാനത് മാറ്റാൻ പോയി കഴിഞ്ഞാൽ അമ്മച്ചി നോക്കുമ്പോൾ അമ്മച്ചിയുടെ സാധനങ്ങൾ കാണത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് ഇങ്ങനെ തൂത്ത് കൂട്ടിക്കൊണ്ടിങ്ങി വരുവാണ് കേട്ടോ. അതെല്ലാം തൂത്ത് വാരിയിട്ട് വേണം എനിക്ക് തുടയ്ക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ തൂത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തുടയ്ക്കണം. ഇതെവിടെ കണ്ടാലും മോപ്പ് എവിടെ കണ്ടാലും ശ്രീമ വന്നിട്ട് പിടിക്കുകയും എടുക്കുകയും ചെയ്യും കേട്ടോ. അത് കാണുന്ന ഭയങ്കര ഒരു ത്രില്ലാണ് അവന്. അങ്ങനെ പിന്നെ ഞാൻ അവനെ പിടിച്ച് മാറ്റി ഞാൻ പറയും, മോൻ ഇവിടെ കയറി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ജന്മദിവസത്തിൽ അവൻ കസേര എടുത്തുകൊണ്ട് പോവാണ്, വേറെ ഇരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പിടിച്ചാണെങ്കിൽ അവനെ ദിവാങ്കോട്ടി കയറ്റി ഇരുത്തിയിട്ടാണ് ഹാള് തുടയ്ക്കുന്നത്. അമ്മച്ചി കാലൊക്കെ പൊക്കി വെച്ച് ഇരിപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മച്ചിയുടെ കാലിരിക്കുന്നതുകൊണ്ട് അവിടെ തുടയ്ക്കാതിരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ ഹാളെല്ലാം തൂത്ത് ഇറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ ഇറങ്ങി കേട്ടോ. അവിടെ ഞാൻ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ ഇറങ്ങിക്കഴിയുമ്പോൾ കാലൊട്ടിയതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടി നോക്കുകയും കാലൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം പിള്ളേരല്ലേ, കാശി എടുത്ത് പറഞ്ഞാൽ അവന് മനസ്സിലാവും. ശ്രീമോൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതെന്നും വിചാരിച്ചുകൊണ്ട് അവൻ ഇറങ്ങും കേട്ടോ. അതുപോലെയാണ് അവൻ്റെ ക്യാരക്ടർ. എന്നുവെച്ചാൽ പൊടിക്കൊച്ചാണ്, ശരിയാണ്, എങ്കിൽ പോലും അവന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ എന്താ അവന് മനസ്സിലാവാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മച്ചി പറയും എന്താ അവന് കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ പറയും, എടീ അവൻ കൊച്ചല്ലേ എന്ന് പറയും. അപ്പോൾ അവന് ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. അവന് കഴിക്കാനുള്ള ഏതെങ്കിലും ഫുഡ് വേണമെങ്കിൽ അത് പറയാനറിയാം, എവിടെയെങ്കിലും പോകണമെങ്കിൽ അതറിയാം, കാശ് റെഡി ആവുന്നുണ്ടെങ്കിൽ അവൻ റെഡിയായിട്ട് സ്കൂളിൽ പോകുന്ന റെഡി ആവാനറിയാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അവന് എന്താ ഞാൻ പറഞ്ഞാൽ മാത്രം കേൾക്കാൻ പറ്റാത്തത്, അതെന്താ അവൻ അറിയാത്തതെന്നാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്. ഇവനെന്നല്ല, എല്ലാ പിള്ളേരും അങ്ങനെ തന്നെ ആണ് കേട്ടോ. പിന്നെ നമ്മളടുത്ത് ഇങ്ങനെ ചോദ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെന്തെങ്കിലും ചോദിക്കണ്ടേ, അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് ചോദിക്കുന്നതാണ് കേട്ടോ.
അങ്ങനെ പിന്നെ എന്തുവായാലും അവനെ പിന്നെ ഞാൻ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മേളിൽ തന്നെ കയറ്റി ഇരുത്തിയിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഈ തുടപ്പൂടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏകദേശം താഴത്തെ ക്ലീനിങ്, റൂമും ഹാളും ആ ഷെൽഫിലുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി അടുക്കളയെ വൃത്തിയാക്കണം. അത് വൃത്തിയാക്കുന്നത് ഞാനാണെങ്കിൽ കുറച്ച് താമസിച്ചേ ചെയ്യുന്നുള്ളൂ. അത് മാത്രമല്ല മുകളിലത്തെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ചെയ്യാമെന്നുള്ള വിചാരമാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ രാവിലെ നമ്മളാണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന സമയത്തും നമ്മൾ അടുക്കളയെല്ലാം ക്ലീൻ ആക്കുന്നതല്ലേ. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ അടുക്കളയിലില്ല. എങ്കിലും ഞാൻ ഓർത്തു ടിന്നുകളെല്ലാം ഒന്ന് മാറ്റി വേറെ പേപ്പറൊക്കെ അവിടെ ഇട്ട് നല്ല വൃത്തിയാക്കി തന്നെ നമുക്ക് ചെയ്യാം എന്ന് കരുതിയിരിക്കുവാണ് കേട്ടോ. അപ്പം ഇതോടുകൂടി എൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഭഗവാനെ എല്ലാം എടുത്ത് ഓരോന്നും ഓരോ ഷെൽഫിലൊക്കെ വെച്ച് ഞാൻ ലൈറ്റും ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര ദിവസം ഇതിങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല. ഞാനപ്പോൾ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന അത്ര ആ ഒരു സമയം കൊണ്ട് ശ്രീമൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കാനേ. അപ്പോൾ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു. പിന്നെ മറക്കല്ലേ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്തേക്കണേ.